നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂടാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വരുന്നത് ഓവർപാസ് ആണ്. ഈ ഓവർപാസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് കോൺക്രീറ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് സൈഡിലും ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ഇടതുവശത്ത് കാണുന്നത് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് റോഡാണ്. മൂടാലിൽ നിന്ന് ഉണിയപ്പാലം വരെയുള്ള NH66 ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒരുപാട് ആളുകൾ ഈ ഭാഗത്തുള്ള വീഡിയോ കാണിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു ഏരിയ ആണ് ഇവിടെ എന്ന് തോന്നുന്നു. ഓവർപാസ് വരെയുള്ള ഭാഗത്തു നിന്ന് മണ്ണെടുത്തിട്ടുണ്ട്. ഇനി ഓവർപാസ് കഴിഞ്ഞതിൻ്റെ ശേഷം ഉള്ള സ്ഥലത്തു നിന്നാണ് മണ്ണെടുക്കാനുള്ളത്. ഇവിടെ ഇപ്പോൾ നിലവിലൊരു റോഡ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ റോഡ് ഉടനെ ഇവിടുന്ന് എടുക്കുന്നതായിരിക്കും. നമുക്കിവിടെ കാണാം, രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്ന ഈ റോഡ് നിൽക്കുന്ന ഭാഗത്തെ മണ്ണ് എടുത്തതിന് ശേഷമായിരിക്കും ഇനി ഇവിടെ ഒരു വലിയൊരു അപ്ഡേഷൻ നടക്കുക. ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി മറ്റൊരു സ്ഥലത്ത് അവസാനിക്കുന്നതിനിടയിലുള്ള ഒരു ചെറിയ ഭാഗം പോലും മിസ് ചെയ്യാതെയുള്ള NH66 ഏറ്റവും പുതിയ വിഷ്വൽസ് നിങ്ങളെ കാണിക്കുന്ന ഒരു വീഡിയോ പാറ്റേൺ ആണ് ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ റിസ്ക് ഉള്ള ഒരു ഏരിയയാണ്. അതായത് ഉയർന്നും താഴ്ന്നുമുള്ള പ്രദേശങ്ങളാണ് ഈ റൂട്ടിൽ. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ NH66 വർക്ക് വളരെ ഫാസ്റ്റായി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഫേമസ് ആയ ഒരു വളവിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഈ വളവിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. NH66 വരുന്നതോടുകൂടി ഈ വളവ് ഏകദേശം നീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മുമ്പിൽ കാണുന്ന സ്ഥലത്ത് റൈറ്റ് സൈഡിൽ ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിൽ ടാറിങ്ങിൻ്റെ വർക്കാണ് പെൻഡിങ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷമായിരിക്കും ഈ സെൻറ്റർ ഭാഗത്ത് NH66 വർക്ക് നടക്കുക. നമ്മളിപ്പോൾ നേരെ എത്തുന്നത് പാണ്ഡികശാലയിലേക്കാണ്. ഇവിടെ വരുന്നത് അണ്ടർപാസ് ആണ്. അണ്ടർപാസിൻ്റെ അടിയിലൂടെ പോകുന്നത് പാണ്ഡികശാല ചുങ്ക റോഡാണ്. അണ്ടർപാസ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ നോക്കുകയാണെങ്കിൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡിവൈഡറിൻ്റെയും അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിലവിൽ വാഹനങ്ങൾ പോകുന്നത് രണ്ട് സൈഡിലൂടെയുള്ള സർവീസ് റോഡിലൂടെയാണ്. ഇവിടെയൊക്കെ വലിയൊരു അപ്ഡേഷൻ നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ചാനൽ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എനിക്ക് തീരെ അറിവില്ലാത്തതിനാൽ ചില ഭാഗത്തുള്ള പേരുകൾ പറയുമ്പോൾ അത് തെറ്റാനും ചില ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുടെ പേരുകൾ ഞാൻ സ്കിപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഭാഗം വരികയാണെങ്കിൽ നിങ്ങളെ അറിവിൽ അത് കാണുകയാണെങ്കിൽ അതിൻ്റെ പേരൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇവിടെ നമ്മൾക്ക് കാണാം, താൽക്കാലികമായിട്ടുള്ളൊരു യൂ ടേണിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വർക്കിനോടനുബന്ധിച്ചുള്ള വാഹനങ്ങൾ ഇതിലൂടെ നേരെ മുക്കിലപ്പീടിയ ഭാഗത്തേക്കും പോകുന്നതും ഈ ഒരു റൂട്ടിലൂടെയാണ്. നമ്മളെ മുമ്പിൽ കാണുന്ന സ്ഥലം കുറച്ച് ഉയർന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ ഭാഗത്തു നിന്നൊക്കെ മണ്ണെടുത്തതിന് ശേഷമാണ് ഇവിടുത്തെ വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ, അതായത് ഇടതുവശത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സർവീസ് റോഡ് നേരെ പോകുന്നത് കുറച്ച് ഉയർന്ന ഭാഗത്തേക്കാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റൂട്ട് കംപ്ലീറ്റ് ഉയർന്നു താഴ്ന്നുള്ള പ്രദേശങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ വർക്ക് വളരെ ഫാസ്റ്റായി തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പ് പുത്തനത്താണി ഭാഗം അതിൻ്റെ അപ്ഡേഷൻ പറയുന്ന സമയത്തും ആ ഭാഗത്തും ഇതുപോലെ തന്നെ ഉയർന്നും താഴ്ന്നുള്ളൊരു പ്രദേശങ്ങളാണ്. പക്ഷേ അവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഭാഗത്തൊക്കെ വളരെ ഫാസ്റ്റായിട്ടാണ് NH66 വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് മുക്കിലപ്പീടിയ ഭാഗത്തേക്കാണ്. ഇവിടെ വരുന്നത് ഓവർപാസ് ആണ്. മുക്കിലപ്പീടിയ ഓവർപാസ് എത്തുന്നത് വരെയുള്ള സ്ഥലത്തെ ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മുക്കിലപ്പീടിയ ഓവർപാസിൻ്റെ ഇടതുവശത്തുള്ള കോൺക്രീറ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വലതുവശത്തുള്ളതിൻ്റെ ഗ്രൗണ്ട് ലെവലിലാണ് വർക്ക് നടക്കുന്നത്. അതേപോലെ വലതു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ അടിയിലുള്ള ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കും പെൻഡിങ് ഉണ്ട്. മുക്കിലപ്പീടിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഉണിയപ്പാലം അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിലേക്കാണ്. ഈ ഒരു ചെറിയ ഭാഗത്ത് തന്നെ അണ്ടർപാസും ഓവർപാസും വരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അതുകൂടാതെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വയഡക്റ്റ് വരുന്നത് ഈ ഭാഗത്താണ്. ഉണിയപ്പാലം അണ്ടർപാസിൻ്റെ മൂടാൽ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ കോൺക്രീറ്റ് വരുന്ന വർക്കാണ് പെൻഡിങ് ഉള്ളത്. അതേപോലെ തന്നെ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ അടിയിലൂടെ വാഹനങ്ങൾ നിലവിൽ കടന്നു പോകുന്നുണ്ട്. ഉണിയപ്പാലം എന്ന് പറഞ്ഞ ഈ സ്ഥലത്തു നിന്നാണ് NH66 വളാഞ്ചേരിയെ ബൈപ്പാസ് ചെയ്യുന്നത്. ഇവിടുന്ന് റൈറ്റ് സൈഡിലൂടെ പോകുന്ന റോഡാണ് നേരെ വളാഞ്ചേരിയിലേക്ക് പോകുന്നത്. ഇവിടെ നമുക്കൊരു അണ്ടർപാസ് കാണാം. ഈ അണ്ടർപാസിൻ്റെ അടിയിലൂടെയാണ് ഇവിടുത്തെ പഞ്ചായത്ത് കുളത്തിൻ്റെ കനാല് പോകുന്നത് എന്ന് തോന്നുന്നു. അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മുമ്പിൽ കാണാം, ഇതൊരു പാടത്തിലൂടെയാണ് പോകുന്നത്. ഈ പാടത്തിൻ്റെ സൈഡിൽ ഒരു പ്രൊട്ടക്ഷൻ്റെ വാള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾക്കൊരു അണ്ടർപാസ് കാണാം. ഇതിൻ്റെ അടിയിലൂടെയാണ് മൂച്ചിക്കൽ കാട്ടിപ്പരുത്തി റോഡ് പോകുന്നത്. ഇതിൻ്റെ ഇടതുവശത്താണ് കാട്ടിപ്പരുത്തി കാറ്റട്ടി കുളം വരുന്നത്. ഈ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
നമുക്ക് നേരെ കാണുന്ന ഈ ഭാഗത്തൊക്കെ വർക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വട്ടപ്പാറ വയഡക്റ്റിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. നമുക്ക് ദൂരെ കാണാം വളഞ്ഞ് പുളഞ്ഞ് പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വട്ടപ്പാറ വയഡക്റ്റിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾ മൂടാൽ ഭാഗത്ത് നിന്ന് ഉണിയപ്പാലം വരെയുള്ള NH66 ഏറ്റവും പുതിയ അപ്ഡേഷൻസ് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മൂടാലിൽ നിന്നും കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള NH66 ഏറ്റവും പുതിയ അപ്ഡേഷൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ നാട്ടിൽ നടക്കുന്ന NH66 പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ ഈ ചാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഇന്നേ വരെ ഒരു യൂട്യൂബേഴ്സും ചെയ്യാത്ത പല പദ്ധതികളും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും അതൊക്കെ നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും.